നമസ്കാരം. ഡോക്ടർ ചക് മിസ്ലറുടെ കോസ്മിക് കോഡ്സ് എന്ന പുസ്തകത്തെ അടിസ്ഥാനമാക്കിയുള്ള നമ്മുടെ ഇന്നത്തെ ഈ പ്രത്യേക വിശകലനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ബൈബിളിൽ രഹസ്യമായി ഒളിപ്പിച്ചുവച്ചിരിക്കുന്ന സന്ദേശങ്ങളെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ അത്ഭുതകരമായ അവകാശവാദങ്ങളാണ് നാം ഇന്ന് പരിശോധിക്കുന്നത്. തീർത്തും നിഷ്പക്ഷമായി ഒരു അന്വേഷകന്റെ മനസ്സോടെ നമുക്കിതിനെ സമീപിക്കാം. ശരി, നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. സത്യത്തിൽ നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ചോദ്യം ഇതാണ്: ബൈബിൾ കേവലം മനുഷ്യർ സ്വന്തം ഭാവനയിൽ എഴുതിയതാണോ, അതോ അതിൽ അമാനുഷികമായ എന്തെങ്കിലും ഇടപെടലുകൾ നടന്നിട്ടുണ്ടോ? ഈ വലിയ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്താൻ ഡോക്ടർ മിസ്ലർ ഇവിടെ ചരിത്രത്തിന്റെയും ശാസ്ത്രത്തിന്റെയും ഒപ്പം ഗണിതശാസ്ത്രത്തിന്റെയും സഹായം തേടുകയാണ്. കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഇന്നത്തെ ഈ വിഷയത്തെ നമുക്ക് 5ആയി തിരിക്കാം. അക്ഷരങ്ങളിലെ ചെറിയ പാറ്റേണുകൾ മുതൽ പ്രപഞ്ചത്തിന്റെ വിശാലമായ ഘടന വരെ നീളുന്ന ഒരു കിടിലൻ യാത്രയാണിത്. ഒന്നാമത്തെ ഭാഗം: രഹസ്യ കോഡുകളുടെ ലോകം അഥവാ ക്രിപ്റ്റോഗ്രാഫിയും സാധ്യതകളും. ആദ്യം തന്നെ എന്താണ് ഈ ക്രിപ്റ്റോഗ്രഫി എന്ന് നോക്കാം. സിമ്പിളായി പറഞ്ഞാൽ രഹസ്യ കോഡുകളുടെ ശാസ്ത്രം. ഇവിടെ മിസ്ലർ ഉപയോഗിക്കുന്ന ഒരു പ്രധാന ലോജിക്കുണ്ട്: സ്റ്റാറ്റിസ്റ്റിക്കൽ ഇംപോസിബിലിറ്റി. അതായത് യാദൃച്ഛികമായി സംഭവിക്കാൻ ഒരു സാധ്യതയുമില്ലാത്തത്ര കൃത്യതയോടെ ഒരു പുസ്തകത്തിൽ നമ്മൾ ചില പാറ്റേണുകൾ കാണുന്നുവെങ്കിൽ അതിനർത്ഥം അത് അബദ്ധത്തിൽ സംഭവിച്ചതല്ല, മറിച്ച് ആരോ ബോധപൂർവം ഡിസൈൻ ചെയ്തതാണ് എന്നാണ്. രണ്ടാമത്തെ ഭാഗം: അക്ഷരങ്ങളിലെ അത്ഭുതങ്ങൾ അഥവാ മൈക്രോകോഡ്സ്. ഏറ്റവും കൗതുകകരമായ ഒരു കാര്യം പറയാം. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിൽ പറയുന്ന ആദാം മുതൽ നോഹ വരെയുള്ള 10 പേരുടെ ഒരു വംശാവലിയുണ്ട്. സാധാരണ വായനയിൽ ഇതൊരു വെറും പേരുകളുടെ ലിസ്റ്റ് മാത്രമാണ്. എന്നാൽ ഹീബ്രു ഭാഷയിൽ ഈ പേരുകൾക്കെല്ലാം വ്യക്തമായ അർത്ഥങ്ങളുണ്ട്. ആദാം എന്നാൽ മനുഷ്യൻ, ഷേത്ത് എന്നാൽ നിയോഗിക്കപ്പെട്ടവൻ എന്നിങ്ങനെ. ഒറ്റ നോട്ടത്തിൽ ഇതിലൊന്നും വലിയ പ്രത്യേകത തോന്നില്ലേ അല്ലേ? പക്ഷേ ഈ അർത്ഥങ്ങളെല്ലാം കൂടെ ഒന്നിനു പുറകെ ഒന്നായി ചേർത്ത് വായിക്കുമ്പോൾ നമുക്കൊരു അത്ഭുതകരമായ വാചകം കിട്ടും. മനുഷ്യൻ നിയോഗിക്കപ്പെട്ടവൻ, മർത്യനായ വിലാപം. മഹത്വപ്പെടുത്തപ്പെട്ട ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി ഉപദേശിക്കും. അദ്ദേഹം മരിക്കുമ്പോൾ ദേഷ്യം ശമിക്കും, ആശ്വാസം ലഭിക്കും. ഒന്ന് ആലോചിച്ചു നോക്കിക്കേ. യേശുക്രിസ്തുവിന്റെ ജനനവും മരണവും മുൻകൂട്ടി കാണിക്കുന്ന കൃത്യമായൊരു പ്രവചനമാണ് ഈ പേരുകൾക്കുള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതാണെന്നാണ് മിസ്ലർ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇനി 40,000 എന്ന ഈ വലിയ നമ്പർ ഒന്ന് ശ്രദ്ധിച്ചേ. ഐവാൻ പാനൻ എന്നൊരു ഫേമസ് ഗണിതശാസ്ത്രജ്ഞനുണ്ടായിരുന്നു. അദ്ദേഹം ബൈബിളിലെ എഴുത്തുകളിൽ 7ന്റെ പാറ്റേണുകൾ, അതായത് ഹെപ്റ്റാഡിക് സ്ട്രക്ചർ ഉണ്ടെന്ന് കണ്ടെത്തി. ഇത് ചുമ്മാ പറയുന്നതല്ല കേട്ടോ. ഈ പാറ്റേണുകൾ തെളിയിക്കാൻ വേണ്ടി മാത്രം പുള്ളി എഴുതി കൂട്ടിയത് 40,000-ത്തിലധികം പേജുകൾ വരുന്ന കണക്കുകളാണ്. ഇതിനൊരു കിടിലൻ ഉദാഹരണം പറയാം. ബൈബിളിലെ ആദ്യ വാചകമായ ഉൽപ്പത്തി 1:1 മാത്രം ഒന്ന് എടുത്തു നോക്കാം. ഇതിൽ മാത്രം 7ന്റെ 50-ലധികം ഗണിത ഗുണങ്ങളാണ് ഒളിപ്പിച്ചിരിക്കുന്നത്. ആകെ 7 ഹീബ്രു വാക്കുകൾ, 28 അക്ഷരങ്ങൾ, വാക്കുകളുടെ സംഖ്യാവിലകൾ എടുത്താൽ എല്ലാം 7ന്റെ ഗുണിതങ്ങൾ. ഒരു ഗണിതശാസ്ത്രജ്ഞൻ വിചാരിച്ചാൽ പോലും ഇങ്ങനെയൊരു വാചകം കൃത്രിമമായി ഉണ്ടാക്കിയെടുക്കുക എന്നത് ഒട്ടും പ്രായോഗികമല്ലെന്നാണ് പാനിൻ സമർത്ഥിക്കുന്നത്. അടുത്തതാണ് ELS അഥവാ ഇക്വിഡിസ്റ്റന്റ് ലെറ്റർ സീക്വൻസസ്. പേര് കേട്ട് നെട്ടണ്ട, സംഗതി സിമ്പിളാണ്. ഒരു പുസ്തകത്തിൽ തുല്യ ഇടവേളകളിലുള്ള അക്ഷരങ്ങൾ കൂട്ടി വായിക്കുമ്പോൾ പുതിയ രഹസ്യവാക്കുകൾ കിട്ടുന്ന പരിപാടിയാണിത്. ഉദാഹരണത്തിന്, ഉൽപ്പത്തി പുസ്തകത്തിൽ 50 അക്ഷരങ്ങളുടെ ഇടവേളകളിൽ ടോറ എന്ന വാക്കും യെശയ്യാവ് 53-ൽ യേശുവിന്റെ ദുഃഖങ്ങളെക്കുറിച്ച് പറയുന്ന ഭാഗത്ത് കൃത്യം 20 അക്ഷരങ്ങളുടെ ഇടവേളകളിൽ യശ്വഷ്മായി, അതായത് യേശു എന്റെ നാമം എന്ന വാക്കും ഒളിഞ്ഞിരിപ്പുണ്ട്. ഇതൊക്കെ അബദ്ധത്തിൽ സംഭവിക്കുമോ എന്നാണ് പുസ്തകം ചോദിക്കുന്നത്. മൂന്നാമത്തെ ഭാഗം: ചരിത്രപരമായ പ്രവചനങ്ങൾ അഥവാ മാക്രോകോഡ്സ്. മൈക്രോ ആയ അക്ഷരങ്ങളിൽ നിന്ന് മാറി നമ്മൾ വലിയ ചരിത്ര സംഭവങ്ങളിലേക്ക് നോക്കുകയാണ്. ഗ്രന്ഥകർത്താവ് ഇതിനെ ടൈപ്സ് ആൻഡ് ഷാഡോസ് എന്നാണ് വിളിക്കുന്നത്. അതായത് പഴയ നിയമത്തിലെ പല കാര്യങ്ങളും പുതിയ നിയമത്തിന്റെ കൃത്യമായ ബ്ലൂ പ്രിന്റുകളാണ് എന്ന്. അബ്രഹാമിന്റെ മകൻ ഇസഹാക്കും യേശുവും തമ്മിലുള്ള സാമ്യങ്ങൾ നോക്കൂ. രണ്ടുപേരും അത്ഭുതകരമായി ജനിച്ചവരാണ്. ബലിയർപ്പിക്കാൻ മലയിലേക്ക് കൊണ്ടുപോകപ്പെട്ടവരാണ്. സ്വന്തം ബലിക്കുള്ള മരത്തടി ചുമന്നവരാണ്. ഇതൊന്നും വെറും യാദൃച്ഛികമല്ല, മറിച്ച് മുൻകൂട്ടി തയ്യാറാക്കിയ ഡിസൈനാണെന്നാണ് മിസ്ലറുടെ വാദം. ചരിത്രത്തിലെ മറ്റൊരു വലിയ അത്ഭുതമാണ് ഡാനിയേലിന്റെ 70 ആഴ്ചകളുടെ പ്രവചനം. യെരുശലേം പുനർനിർമ്മിക്കാനുള്ള ഉത്തരവിറങ്ങുന്ന കാലം മുതൽ വാഗ്ദത്തം ചെയ്യപ്പെട്ട മശീഹ വരുന്നതുവരെയുള്ള കാലയളവ് കൃത്യമായി ഡാനിയേൽ പ്രവചിച്ചിരുന്നു. ആശ്ചര്യകരമെന്നു പറയട്ടെ, ഇതൊക്കെ എഴുതപ്പെട്ടത് BC 550-ലാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്: ആ അവിശ്വസനീയമായ കൃത്യത.
സർ റോബർട്ട് ആൻഡർസൺ എന്നൊരു വ്യക്തി ഇത് കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്തു. ആ ഉത്തരവിറങ്ങിയ ദിവസം മുതൽ യേശു യെരുശലേമിലേക്ക് പ്രവേശിച്ച ദിവസം വരെയുള്ള സമയം കൃത്യം 1,73,880 ദിവസങ്ങൾ. നൂറ്റാണ്ടുകൾക്ക് മുൻപേ ഒരാൾക്ക് എങ്ങനെ ഇത്ര കൃത്യമായി ദിവസങ്ങൾ എണ്ണി പ്രവചിക്കാൻ കഴിയും? ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. നാലാമത്തെ ഭാഗം, പ്രകൃതിയുടെ രഹസ്യങ്ങൾ അഥവാ മെറ്റാകോഡ്സ്. ഇനി നമ്മൾ പ്രാചീന ചരിത്രത്തിൽ നിന്ന് നേരെ ആധുനിക ശാസ്ത്രത്തിലേക്ക് വരികയാണ്. ഡിഎൻഎയെക്കുറിച്ച് ബിൽഗേറ്റ്സ് പറഞ്ഞ ഈ വാക്കുകൾ വളരെ പ്രസക്തമാണ്. നമ്മുടെ ഡിഎൻഎ എന്നത് കോടിക്കണക്കിന് അക്ഷരങ്ങളുള്ള ഒരു ഡിജിറ്റൽ ഇൻഫർമേഷനാണ്. നമുക്കറിയാം, ഇൻഫർമേഷൻ ഒരിക്കലും തനിയെ ഉണ്ടായില്ല. ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിന് ഉറപ്പായും ഒരു പ്രോഗ്രാമർ വേണം. അപ്പോൾ ഡിഎൻഎ എന്ന ഈ സങ്കീർണമായ കോഡ് വിരൽ ചൂണ്ടുന്നത് പ്രപഞ്ചത്തിന് പിന്നിലെ വലിയൊരു പ്രോഗ്രാമറിലേക്കാണെന്ന് ഡോക്ടർ മിസ്ലർ വാദിക്കുന്നു. അതുപോലെ തന്നെ ശ്രദ്ധേയമാണ് ക്വാണ്ടം ഫിസിക്സിന്റെ പിതാവായ മാക്സ് പ്ലാങ്കിന്റെ ഈ വാക്കുകളും. അദ്ദേഹം പറഞ്ഞത് ബോധം അഥവാ കോൺഷ്യസ്നസ് ആണ് എല്ലാത്തിന്റെയും അടിസ്ഥാനം എന്നാണ്. നിരീക്ഷകന്റെ സാന്നിധ്യത്തിനനുസരിച്ച് മാറ്റങ്ങൾ സംഭവിക്കുന്ന ഈ പ്രപഞ്ചം നമ്മോട് പറയുന്നത് എന്താണ്? ഈ പ്രപഞ്ചം തന്നെ ബോധമുള്ള ഒരു സൃഷ്ടാവിനെ മുൻകൂട്ടി കാണുന്നുണ്ട് എന്നാണ് ശാസ്ത്രത്തിന്റെ ഈ കണ്ടെത്തലുകളെ അടിസ്ഥാനമാക്കി പുസ്തകം പറയുന്നത്. അവസാനത്തെ ഭാഗം, അന്തിമ തീരുമാനം നിങ്ങളുടേതാണ്. ശാസ്ത്രവും ചരിത്രവും അക്ഷരങ്ങളുമൊക്കെ കടന്ന് നമ്മൾ അവസാന ഭാഗത്തെത്തിയിരിക്കുകയാണ്. ഈ പുസ്തകം അവസാനിപ്പിക്കുമ്പോൾ ഡോക്ടർ ചക്ക് മിസ്ലർ വലിയൊരു കാര്യം വ്യക്തമാക്കുന്നുണ്ട്. ഇതിലെ കോഡുകളോ പ്രവചനങ്ങളോ ഒന്നും അദ്ദേഹം സ്വന്തമായി ഉണ്ടാക്കിയതല്ല. അദ്ദേഹം ചെയ്തത് അവിടെയുള്ള കാര്യങ്ങൾ എടുത്ത് കാണിക്കുക മാത്രമാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഇതൊക്കെ ദൈവത്തിന്റെ വിരലടയാളങ്ങളാണ്. പക്ഷെ അത് വിശ്വസിക്കണോ വേണ്ടയോ എന്നുള്ള അന്തിമ തീരുമാനം പൂർണ്ണമായും നിങ്ങളുടേത് മാത്രമാണ്. ബൈബിളെ പ്രവൃത്തികളുടെ പുസ്തകം 17:11 പറയുന്ന ഒരു കാര്യമുണ്ട്. കേൾക്കുന്നതെല്ലാം അതേപടി വിശ്വസിക്കാതെ ഈ കാര്യങ്ങൾ സത്യമാണോ എന്ന് സ്വയം അന്വേഷിക്കണമെന്ന്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വിശകലനം ഇവിടെ പൂർണ്ണമാവുകയാണ്. മിസ്ലർ നിരത്തിയ ഈ വാദങ്ങൾ സത്യമാണോ എന്ന് സ്വയം അന്വേഷിക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഈ അന്വേഷണം ഒരുപക്ഷെ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ കോഡായ നിങ്ങളെ തന്നെയും ആ സ്രഷ്ടാവിനെയും കണ്ടെത്താൻ നിങ്ങളെ സഹായിച്ചേക്കാം. വീണ്ടും കാണാം. നന്ദി.